കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതും എന്നാൽ നമ്മൾ അവരെ വാങ്ങാൻ സമ്മതിക്കാത്തതുമായ ഒരു പാക്കറ്റ് സ്നാക്കാണല്ലേ കുർക്കുറെ. ഇനി കുർക്കുറയും നമുക്ക് വീട്ടിലുണ്ടാക്കാം. കുട്ടികളെ നിരാശപ്പെടുത്തണ്ടല്ലോ. അതിനുവേണ്ടി നമുക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇതിലേക്ക് 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം, കടലപ്പൊടി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററാക്കി എടുക്കാനാണ് പോകുന്നത്. ഇതിങ്ങനെ കലക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയായിരിക്കും സൗകര്യം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഇത് 2 ഗ്ലാസ് വെള്ളമുണ്ട്. അരിപ്പൊടി അളന്ന അതേ മെഷറിംഗ് കപ്പിലാണ് ഞാൻ വെള്ളവും അളന്നത്. മിക്സിയിലേക്ക് മാറ്റാം. മിക്സിയുടെ വലിയ ജാറിലിട്ട് സ്പീഡ് അധികം കൂട്ടാതെ ഒന്ന് കറക്കിയെടുക്കാം. ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്. ദോശമാവിനേക്കാളും ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുക. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. കണ്ടോ, ഇത്രയും ലൂസാണ്. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മാവ് കുറുകുന്നത് വരെ നല്ലപോലെ ഇളക്കണം. കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. തീ ഒട്ടും കൂട്ടണ്ട, വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. കുറുകി വരുന്നുണ്ട്. കുറുകി വരുന്ന സമയത്ത് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. അതെല്ലാം ശരിയായിക്കോളും. മൊത്തത്തിൽ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു സോളിഡ് ഫോമിലേക്ക് വരും. അപ്പോൾ ഇനി മുതൽ കുർക്കുറെ കഴിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളെ നിരാശപ്പെടുത്തണ്ട. വല്ലപ്പോഴും നമുക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിലേക്ക് അല്പം ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ബട്ടർ ചേർത്തിട്ടുള്ളൂ. ഈ ബട്ടർ ഇതിലൊന്ന് മിക്സായി വരട്ടെ. തീയൊട്ടും കൂട്ടരുത്. ബട്ടർ നല്ലോണം മെൽറ്റ് ചെയ്ത് മാവിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം തുറക്കുക. മാവ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലെക്സിബിൾ ടെക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അതും കൂടി ഈ മാവിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇപ്പം തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. എന്നാലും ഒന്ന് കുഴച്ച് വരുമ്പോഴേക്കും കൂടുതൽ സോഫ്റ്റായി കിട്ടും. ഇനി ഇത് ഷേപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നല്ല സോഫ്റ്റ് മാവാണ്. ഞാൻ ആദ്യം തന്നെ ഇതിൽ നിന്ന് കുറച്ച് ബോൾസായിട്ട് ഉരുട്ടി വയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇങ്ങനെ ബോൾസായിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും കുർക്കുറയുടെ ഷേപ്പ് അങ്ങനെയല്ലല്ലോ. ഒരു ഷേപ്പ്ലെസ് ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഓരോ ബോളും നമുക്ക് കയ്യിൽ വെച്ചിട്ട് വിരലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ആ ഒരു ഇറഗുലർ ഷേപ്പ് കിട്ടും. കാരണം നല്ലപോലെ കുറയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഉള്ളു വേവാൻ താമസം വരും. ഇതുപോലെ ഷേപ്സ് ആക്കി വെക്കുക.
ആദ്യത്തെ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്യാനുള്ളത് മാത്രം റെഡിയാക്കി വെക്കുക. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെയും കൂട്ടാം. അവർക്കും അവരുടേതായ ഷേപ്സൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഇഷ്ടമായിരിക്കും. പിന്നെ അവരുടെ ഫേവറേറ്റ് സ്നാക്കാണല്ലോ, അതുകൊണ്ട് തീർച്ചയായും ഈ ജോലി അവരിഷ്ടപ്പെടും. അങ്ങനെ ഒരു സെറ്റിനുള്ളത് റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായോ എന്നറിയാനായിട്ട് ഒരു ചെറിയ പീസ് മാവിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കുക. അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്നർത്ഥം. ഇനി നമുക്ക് ഈ ഓരോ കുർക്കുറെ പീസസും ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സമയമെടുത്ത് ഫ്രൈ ചെയ്യുക. ഒരു 10 മിനിറ്റിലധികം സമയമെടുക്കും. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഉള്ളൊക്കെ നല്ലപോലെ മൂക്കണം. പുറം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയും വേണം. അങ്ങനെയാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ മുഴുവൻ കുർക്കുറയും നമുക്കിത് ഇതുപോലെ വറുത്തെടുക്കാം. ഇനി കഴിഞ്ഞില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ സ്വാദാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കുർക്കുറയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണ്ടേ. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടി. ചാട്ട് മസാല ഒഴിവാക്കരുത്, അതതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് തരും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത്. ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുർക്കുറെ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം. ചൂടാറിയ ശേഷം കേടുകൂടാതെ ഇരുന്നോളും. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതൊന്നും കേട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായവും പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.